കിട്ടുമ്പോൾ ആ ബിസ്മി അവിടെ കാവലായിട്ട് നിൽക്കും. നമുക്ക് നഷ്ടപ്പെട്ട് നമുക്ക് ഒരു മുതൽമുടക്കില്ലാതെ കിട്ടേണ്ട ഒരു വിഷയമാണ്, ഏറ്റവും വലിയൊരു നിധിയാണ് ബിസ്മില്ലാഹ്. അപ്പോൾ തന്നെയല്ല, ഇബ്ലീസ് നിലവിളിച്ചതായ 4 സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അവനെ അള്ളാഹു തആല ഇബ്ലീസ് നിലവിളിച്ച് കരഞ്ഞു അട്ടഹസിച്ച് നിലവിളിച്ച സന്ദർഭം 4 സന്ദർഭമുണ്ട്. ഒന്ന്, അവനെ അള്ളാഹു ശപിച്ച സന്ദർഭം. ഒരിക്കലും അവൻ തിരിച്ചു വരത്തില്ല, റിട്ടേൺ ഇല്ല. ഇങ്ങനെ അവൻ്റെ സാധാരണ ലൈഫിലേക്കില്ല, അവൻ നരകത്തിലേക്ക് എന്നേക്കുമായി അവൻ അള്ളാഹു വരെ ശപിച്ചു കഴിഞ്ഞു പോയി. അത് നിലവിളിച്ച സന്ദർഭം. രണ്ടാമത്, അള്ളാഹുവിൻ്റെ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ ബിസ്മിയോടുകൂടി ഇറങ്ങി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സന്ദർഭം നാം നിലവിളിച്ചു. മുത്തുനബി പ്രസവിച്ച ദിവസം. അങ്ങനെ 3 സന്ദർഭങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരു സന്ദർഭം ബിസ്മില്ലാഹി വാൻ ലോകത്തുനിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയ സന്ദർഭം. ഈ ബിസ്മി ഇടി കഴിഞ്ഞാൽ പിന്നെ അവനകത്ത് ചാൻസ് ഉണ്ട്. നമ്മൾ ഏത് കാര്യങ്ങളും ബിസ്മി കൊണ്ട് തുടങ്ങുന്നു, അതിലെല്ലാം ബർക്കത്തുണ്ട്. പരീക്ഷയിലായാലും കച്ചവടത്തിലായാലും കട തുറക്കുന്നതിലും വീട് പാലി കാച്ചിനാലും ഏതിനായാലും ബിസ്മി താക്കോൽ കയറ്റി തുടർന്ന് നമ്മൾ പ്രവേശിച്ച് അകത്ത് പോന്നു. അപ്പോൾ അതുകൊണ്ട് ബിസ്മിയുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി. പിന്നെയോ അള്ളാഹുവിൻ്റെ കലം, ഈ കലം എന്ന് പറഞ്ഞ പേന, നമ്മുടെ ആദ്യം ഇഖ്റ ബിസ്മി റബ്ബിക്കൽ, ആ കലം പേന കൊണ്ട് എഴുതി ബിസ്മി ആണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കൽ, ഇഖ്റ ബിസ്മി റബ്ബിക്കൽ എല്ലാം. അപ്പം ബിസ്മി ആദ്യം പേന കൊണ്ട് കലം പേന ഉപയോഗപ്പെടുത്തി എഴുതിയ വാക്യം ബിസ്മിയാണ്. അപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. പിന്നെയോ ജിബ്രീൽ അലൈഹിസ്സലാം, നമ്മൾ അള്ളാഹു ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്, 4 ഗ്രന്ഥങ്ങൾ, സബൂർ, തൗറാത്ത്, ഇഞ്ചീൽ, വിശുദ്ധ ഖുർആൻ. ഈ ഗ്രന്ഥങ്ങളെല്ലാം ഇറക്കിയപ്പോൾ അത് അതിൻ്റെ താക്കോല് എന്തായിരുന്നു? ബിസ്മി ആയിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് ഈ ഇറക്കപ്പെട്ട എല്ലാ ഗ്രന്ഥങ്ങളുടെയും അതിന് താക്കോല് അത് തുറക്കപ്പെടുന്ന ബിസ്മി ഉണ്ടാണ്. ആ ബിസ്മി ഉണ്ടാണ്, അത് പൂട്ടിയിരിക്കുന്നതും തുറക്കുന്നുമല്ല. പിന്നെയോ ജിബ്രീൽ അലൈഹിസ്സലാം മലക്ക് അവിടുന്ന് പറഞ്ഞു, എന്ത് പറഞ്ഞു?